ഞാനിതുപോലെ ഇലക്ട്രീഷ്യന്മാരെ കൊണ്ട് ആരും ചെയ്യിപ്പിച്ചാ പോരെ. എന്തിനാ മോനെ പാഴ്ചെലവൊക്കെ? ഇവിടെ എനിക്കാണ്ട് ഒരു 2000 രൂപ വന്നു. 2000 750 രൂപയുടെ ഫാന ഉള്ള പോലെ എന്തെങ്കിലും ഒക്കെ തന്നാ മതി. എനിക്ക് കൊടുങ്കാറ്റ് വേണോ? കൊടുങ്കാറ്റ്. ആ ഹലോ, എന്തോ അമ്മാമനെ നെഞ്ചുവേദനയോ? ആശുപത്രിയിലൊന്നും കൊണ്ടുപോകണ്ട, അതൊക്കെ പാഴ്ചെലവാ. ഞാൻ വന്ന് ശരിയാക്കി തരാം. അവിടെ ചാരി വെച്ചേരാം, ഞാൻ വരാം കേട്ടോ. ഫിനിഷ്. സ്വിച്ച് ഇട്ടോ. അപ്പൊ ഇതോ എന്തോ ചേട്ടൻ ഫാനി നൂറിട്ട് എൻ്റെ അടുത്ത് പിടിക്കാൻ തന്നേ. ഇപ്പൊ ശരിക്കും ഫിനിഷ്. സ്വിച്ച് ഇട്ടോ. എന്തോ അടുക്കളയിൽ മിക്സി ഓണായി. മോനെ അമ്മയോട് പറയണം, ഇതാണ് ഇനി മിക്സിയുടെ സ്വിച്ച് കേട്ടോ. നമുക്കിനി ഫാൻ്റെ സ്വിച്ച് എവിടെയാണ് കണ്ടുപിടിക്കാം. അമ്മാവനിപ്പോ എങ്ങനെയാ? നല്ല കുറവുണ്ടോ? നീ തീരുമാനിച്ചാൽ മതിയോ? എടാ ഇതാടാ VCR, നീ ഇത് കൊടുത്തില്ലല്ലോ. പിള്ളേർക്കൊന്നും അറിയത്തില്ല അമ്മ, ഞാൻ തരാം. തലണി ഇത് നമ്മളെ കൊണ്ട് നടക്കൂല, നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. നീ പേടിക്കൊന്നും വേണ്ട, അമ്മാവൻ നമ്മൾ ഫസ്റ്റ് എയ്ഡ് കൊടുത്തല്ലേ, ഒന്നും പേടിക്കാനില്ല. എന്താ മോനെ? മാമ, എനിക്ക് സിവിൽ സർവീസിന്റെ കോച്ചിങ്ങിന് പോയാൽ കൊള്ളാന്നുണ്ട്. അതിന്റെ ആവശ്യം എന്തോ? ഞാൻ വന്ന് പഠിപ്പിച്ചു തരാം. അയ്യോ, അതിന് മാമ 10ാം ക്ലാസ് പാസ്സായിട്ടില്ലല്ലോ. ഇങ്ങോട്ടൊരു ചോദ്യം വേണ്ട, ഞാൻ വരും, പഠിപ്പിച്ചു തരും. മാമ കട്ടിയില്ല. സോറി, ഹീസ് നോ മോർ. അല്ലെങ്കിൽ പ്രഷർ അറ്റാക്ക് ഒക്കെ ഒരുമിച്ച് വന്ന് ഇങ്ങനെ ആയിരിക്കും. പ്രഷർ അറ്റാക്കോ? കൊലപാതകമാണ് മിസ്റ്റർ. 4 വാരിയിലാണ് പൊട്ടി ഹൃദയത്തിൽ കയറിയിരിക്കുന്നത്. അതുകൂടാതെ ലങ്സിൽ മുഴുവൻ വിഷവാതകവും. ഇതാരോ കരുതിക്കൂട്ടി ചെയ്തേക്കണാണ്. പെട്ടെന്ന് പോലീസിനെ വിളിച്ചിട്ട് വാ. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് നമ്മളും ആംബുലൻസിൽ കൂടെ ഉണ്ടായിരുന്നല്ലോ. ഇത് ആശുപത്രി വന്നു കഴിഞ്ഞിട്ടുള്ള എന്തോ തിരിമറിയാ. നമുക്കിത് കേസാക്കണം, അല്ല ഹോസ്പിറ്റലിൽ തല്ലി വിളിക്കണം. മോളു പ്ലീസ്, ഇത്തവണത്തേക്കൊന്ന് ക്ഷമിക്കും പ്ലീസ്. വേണ്ട, എന്നോടൊന്നും വേണ്ട. അബദ്ധം പറ്റിയതല്ലേ? എന്നെ പറഞ്ഞ് ആശിപ്പിച്ചിട്ടല്ലേ, ഇല്ലെങ്കിൽ ഇല്ലാന്നല്ലേ ഉള്ളൂ. ശരിയാ, ഞാൻ നിനക്ക് ആശ തന്നു, ഞാൻ നെക്ലേസ് മേടിച്ചു തരാമെന്ന് പറഞ്ഞു. പക്ഷെ എൻ്റെ വിചാരിച്ച പോലെ പ്ലാനിങ് നടന്നില്ല. വേണ്ട, എന്നോട് മിണ്ടണ്ട. നമുക്കല്ല ഈ ചോക്ലേറ്റ്സ് സജസ്റ്റ് ചെയ്തോ. രാമു, ആ ചേട്ടാ, എന്താ ഇവിടെ? ഞാൻ വെറുതെ ഇങ്ങനെ നൈസാ. ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഗേൾ ഫ്രണ്ട് ജാനു. ഓഹോ, ഹലോ. അല്ല, എന്താ പണക്കമുണ്ടല്ലോ? ഇല്ല ചേട്ടാ, ഒന്നുമില്ല. സത്യം പറ, എന്താ പ്രശ്നം? ചേട്ടാ പ്രശ്നമൊന്നുമില്ല. പിന്നെ കൊച്ചെന്തിനാ മൂടപ്പായിട്ടിരിക്കുന്നത്? എന്തോ പ്രശ്നമുണ്ട്. അത് ചെറിയൊരു സൗന്ദര്യപ്പണക്ക് അത്രേ ഉള്ളൂ. ഈ ചെറിയ സൗന്ദര്യപ്പണങ്ങളാ പിന്നീട് വലുതാകുന്നത്. അത് ചേട്ടാ, ഞാൻ ഇന്നലെ അവിടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഞാൻ ഒരു നെക്ലേസ് മേടിച്ച് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നടന്നില്ല. ഈ നിസാര കാര്യത്തിനാണോ? ചേട്ടാ, ഡൈവേഴ്സിന്റെ വക്കത്ത് നിന്ന് കേസ് വരെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ചേട്ടാ വേണ്ട, ഞാൻ എന്റെ മോളെ, ഇവനെ പോലെ തങ്കപ്പെട്ട മനുഷ്യനെ നിനക്ക് കിട്ടത്തില്ല, ജീവിതത്തിൽ കിട്ടത്തില്ല കേട്ടോ. മോക്ക് എന്തുവാ ഇവൻ ബർത്ത്ഡേക്ക് വാങ്ങിച്ചു തരാന്ന് പറഞ്ഞാൽ? നെക്ലസ് അല്ലേ? നമ്മുടെ ട്രീസ ഇല്ലയോ? ആ മത്തായച്ചന്റെ മോളെ ട്രീസ അല്ലേ? ട്രീസയ്ക്ക് എന്ത് വാങ്ങിച്ചു കൊടുത്തെന്ന് അറിയുമോ? ഈ വെറും ചോക്ലേറ്റ്. അവിടെ നിനക്ക് നെക്ലേസ്. ഈ അപർണയുടെ ബർത്ത്ഡേക്കാണോ ഒന്നും വാങ്ങിച്ചു കൊടുത്തില്ല, ചുമ്മാ ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് അങ്ങ് വിട്ട്. അവിടെ മോക്ക് നെക്ലേസ്. അപ്പൊ ആരോടാ സ്നേഹം? മോളോട്. കഴിഞ്ഞിട്ട് തന്നെ നിങ്ങൾ ജീവിതകാലം മുഴുവൻ ഒരു ജീവിക്കണ്ട. ചേട്ടാ, ജാനു, അപർണ, ട്രീസ അല്ലേ? ഇനി എന്നോടൊന്നും പറയണ്ട. ഞാനൊന്നും പറയട്ടെ. എന്റെ പുറകെ വരരുത്. ബ്രേക്കപ്പ്.